അഗർത്തല ഗ്രാമത്തിൽ ഇന്നും ഗ്രാമവാസികൾ കൃഷി ചെയ്താണ് ഉപജീവനം നടത്തുന്നത്. അവർക്ക് ഇതിലും വേറൊരു വരുമാനമാർഗം ഇല്ല. പക്ഷേ അവരുടെ ഗ്രാമത്തിൽ ജനസംഖ്യ കൂടുന്നതുകൊണ്ട് കാർഷിക അവസ്ഥ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നതിനു വേണ്ടി ഗ്രാമത്തലവൻ ഗ്രാമവാസികളെ എല്ലാവരെയും പഞ്ചായത്തിലേക്ക് വിളിച്ചു വരുത്തി. ഇതിനു മുമ്പ് നമ്മുടെ ഈ നാട്ടിലുള്ള പഞ്ചായത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്താലേ അവരിവിടെ കൂട്ടുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ മൊത്ത ഗ്രാമത്തിന്റെ പ്രശ്നമാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാ പ്രശ്നമോ? നമ്മുടെ കൃഷിക്കാർക്ക് ഒരു പ്രശ്നമില്ലല്ലോ. അങ്ങനെയാണോ? എന്നാൽ നിന്റെ കൃഷിയിൽ വളരുന്ന എല്ലാ അരിയും നിന്റെ മൊത്ത കുടുംബത്തിന് അത് മതിയാവുന്നുണ്ടോ? ഇല്ലല്ലോ മുതലാളി. ആദ്യം വീട്ടിൽ 4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എപ്പോ എന്റെ മകന് കല്യാണം ആയിട്ടുണ്ടോ അവർക്കും കുട്ടികൾ ജനിച്ചതിന് ശേഷം വീട്ടിൽ ചോറ് വല്ലാതെ കുറവായിട്ടുണ്ട്. എന്നാ ഇതിന്റെ പേരല്ലേ പ്രശ്നം? പിന്നെ ഇതേപോലുള്ള പ്രശ്നം നാട്ടിലെ എല്ലാവർക്കും ഉണ്ടല്ലോ. അതേ മുതലാളി, പ്രശ്നം വിട്ടേക്ക്. ഇത് വളരെ ആപത്തായിട്ട് പോകുന്നുണ്ടല്ലോ. ഞാൻ വേറെ എന്തെങ്കിലും വന്നതാണ് കരുതിക്കൊണ്ടിരുന്നത്. എന്നോട് ക്ഷമിക്കണം. ശരി, നിങ്ങൾ ആരെടുത്തെങ്കിലും ഇതിനുള്ള തീർവെന്തെങ്കിലും ഉണ്ടോ? കാരണം നമ്മുടെ എല്ലാവരുടെ വീട്ടിലെയും ജനത്തൊക്കെ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഗ്രാമത്തിലോ കുറച്ചേ വയലുണ്ടായിരുന്നുള്ളൂ. 30 വർഷത്തിന് മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നോ അത്രയേ ഉള്ളൂ. അത് പിന്നെ എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ നമുക്ക് സർക്കാരിന്റെ അടുത്ത് വന്നിട്ട് നിധി ചോദിച്ചാലോ? അവർ നമ്മളെ സഹായിക്കില്ലേ? നമ്മളെ കൊണ്ട് സർക്കാരിന്റെ അടുത്തൊന്നും ചോദിക്കാൻ പറ്റില്ല. നമ്മുടെ ഈ പ്രശ്നം നമ്മൾ തന്നെ തീർത്തു വെക്കണം. നമ്മുടെ പ്രശ്നം നമ്മൾ തന്നെ തീർക്കുന്ന പോലെ വളരെ എളുപ്പമുള്ള ഒരു വഴിയിൽ നമ്മൾ തന്നെ കണ്ടെത്തണം. ഹൽക്കുവിന്റെ ഭാര്യ ഒരുപാട് സമയമായി മറ്റുള്ളവർ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നു. അവൾക്ക് എന്തോ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ പഞ്ചായത്തിൽ ഇതുവരെയും സ്ത്രീകൾ യാതൊരു കാര്യത്തിലും ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സംസാരിക്കാൻ അവൾക്ക് ഭയമായിരുന്നു. ഇവിടെ നോക്കൂ മുതലാളി, എന്റെ ഭാര്യ എന്ത് നിങ്ങളോട് പറയണമെന്ന് കരുതുന്നുണ്ട്. പഞ്ചായത്ത് അവൾ സംസാരിക്കാൻ സമ്മതിച്ചാൽ അവൾ പറഞ്ഞേക്കും. ഇന്നു മുതൽ നിങ്ങൾ എല്ലാവരും ഒരു മുഖ്യമായ കാര്യം അറിഞ്ഞോളൂ. അല്ലാ തന്നെ ഗ്രാമത്തിന് മുന്നേറണം പറഞ്ഞിട്ട് കുറെ വഴി ശ്രമിച്ചു നോക്കി. പക്ഷേ നമ്മുടെ ആലോചന കൊണ്ട് നമുക്ക് ഒരു പ്രശ്നം വരാൻ പാടില്ല. ഇന്നു മുതൽ എപ്പോഴും ഈ ഗ്രാമത്തിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരു വ്യത്യാസം ഉണ്ടാവാനേ പാടില്ല. വളരെയധികം നന്ദിയുണ്ട്. അപ്പോ ഞാൻ എന്തെങ്കിലും സംസാരിക്കട്ടെ? ഇന്ന് മുതൽ നിനക്ക് ധൈര്യമായിട്ട് സംസാരിക്കാം. ഇന്നൊരു കാര്യം ഞാൻ കേട്ടിരുന്നു, നീ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ അല്ലേ? അതുകൊണ്ട് ഞാൻ എന്താ പറയുന്ന വെച്ചാൽ ഗ്രാമത്തെ പിള്ളേർക്ക് നീ പഠിപ്പും പറഞ്ഞു കൊടുക്കാം. അതായത് ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വയൽ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവരും നമുക്ക് വേണ്ടത്ര മണ്ണ് കിളച്ച് വയൽ ഉണ്ടാക്കിയെടുത്തു. ഇപ്പോൾ അങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ വീണ്ടും മണ്ണ് കിളച്ച് നമ്മൾക്ക് കൃഷി തുടങ്ങിയാൽ എന്താണ്? അതാണ് സംശയം. നീ പറയുന്നത് വളരെ ശരി തന്നെ. നമ്മൾ എപ്പോഴും നമ്മുടെ ശ്രമം വിട്ടിട്ടേയില്ല. ഇപ്പോഴും നമ്മൾ വിടാൻ പോകുന്നില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെ ഇത് വിതയ്ക്കും? ഗാലിയായ സ്ഥലം നമുക്ക് എവിടെയും ഇല്ലല്ലോ. പക്ഷെ നമ്മൾ കാട് നശിപ്പിച്ച് കാടിൽ വസിക്കുന്ന മൃഗങ്ങളെ നമ്മളെ കൊണ്ട് നശിപ്പിക്കാനേ പറ്റില്ല. അങ്ങനെയെങ്കിൽ മലകൾക്ക് പുറകിലുള്ള ആ മണ്ണ് നമ്മൾ കിളക്കുകയാണെങ്കിൽ ആ സ്ഥലം വളരെ കഠിനമായിട്ടുണ്ടാവല്ലോ. അതുമാത്രമല്ലാതെ അവിടെ കുറെ പാറക്കല്ലും ഉണ്ടാവല്ലോ. അതെടുക്കാൻ വളരെ പാടാണ്. നമ്മൾക്ക് ഇതിലും വേറെ വഴിയൊന്നും ഇല്ല. മാത്രമല്ല, കുറച്ചു സമയം മുൻപ് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്, അതായത് നമ്മുടെ കയ്യും കാലും ആരോഗ്യമുള്ളിടത്തോളം കാലം നമ്മൾ അധ്വാനിക്കണമെന്ന്? എല്ലാവരും ചുന്നി പറഞ്ഞ വാക്കുകൾ ശരിയാണെന്ന് വെച്ചു. എന്നിട്ട് മലകൾക്ക് പുറകിലുള്ള ഭൂമി കൃഷി ചെയ്ത് അവിടെ വിളവെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ എല്ലാവരും കോടാലിയും മൺവെട്ടിയും മറ്റുള്ള സാമാനങ്ങളും എടുത്ത് ആ സ്ഥലത്തേക്ക് എത്തി. നമ്മൾ ഈ സ്ഥലത്തിന് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ എളുപ്പമുള്ള ജോലിയല്ല എന്ന് തോന്നുന്നു. നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര കഠിനാധ്വാനമുള്ള ജോലിയൊന്നുമല്ല. മാത്രമല്ല, നമ്മൾ ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ. എനിക്ക് ഈ കാര്യം അറിയാതെ പോയല്ലോ. എന്റെ ഭാര്യ ഇത്രയും ധൈര്യമുള്ള ജോലി ചെയ്യാൻ പറ്റുമോ? എനിക്കും തോന്നിയില്ല നിങ്ങൾ ഇത്രയ്ക്കും ദുർബലനാണെന്ന്. കുറച്ചു സമയം ജോലി ചെയ്തപ്പോഴേക്കും ക്ഷീണിച്ചു പോയല്ലോ. ഇതിന് മേലെ എന്നെ കൊണ്ട് പറ്റില്ല ചുണ്ണി. എനിക്ക് വയസ്സായിട്ടുണ്ട്. സത്യം പറയണമെങ്കിൽ എനിക്ക് കൃഷി ചെയ്യാൻ തീരെ ശക്തിയേ ഇല്ല. ഇടുപ്പിന്റെ താഴെ വല്ലാതെ എനിക്ക് വേദനയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആരടുത്തും പറയാതെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ മാത്രം അങ്ങനെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇത്രയും പറഞ്ഞുകൊണ്ട് ഹൽക്കു മൺവെട്ടി എടുത്തു. എന്നിട്ട് കിളയ്ക്കാൻ തുടങ്ങി. പക്ഷെ ചുന്നു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും മൺവെട്ടി വാങ്ങി. സത്യമാണ് പറയുന്നത്,
എനിക്ക് ഈ ഒരു കാര്യത്തെപ്പറ്റി യാതൊരു അറിവുമില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളോട് ഇവിടെ ജോലി ചെയ്യാൻ പറയില്ലായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണ്ട. എന്റെ ശരീരത്തിന് അസുഖം ഇല്ലാത്തിടത്തോളം കാലം നമ്മൾ രണ്ടുപേർക്കും വേണ്ടി ഞാൻ മാത്രം അധ്വാനിച്ചോളാം. എങ്ങനെയായാലും ഈ കാര്യങ്ങളൊക്കെ എനിക്ക് വിശ്വാസമില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ പോയ ജന്മത്തിൽ ഞാൻ എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് നിന്നെ പോലെ നല്ല ഭാര്യയെ കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെയാണോ? ഇത്രയും കാലം നിങ്ങളുടെ വായിൽ നിന്ന് ഇങ്ങനെയൊരു സംസാരം ഉണ്ടായിട്ടേ ഇല്ല. കുറെ പ്രാവശ്യം പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷേ സന്ദർഭം കിട്ടിയില്ലല്ലോ. പക്ഷെ ഇന്നും ഞാൻ പറയാൻ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എപ്പോഴാ നിന്നോട് പറയാ? ഓ അങ്ങനെയോ? ശരി, ഇപ്പോ ഞാൻ ഈ ജോലി ഒന്ന് ചെയ്തോട്ടെ. ചുന്നിയും ബാക്കിയുള്ള ആളുകളും രാത്രിയും പകലും ഇല്ലാതെ അധ്വാനിച്ചു. അങ്ങനെ ഒരു ദിവസം കുഴി എടുത്തുകൊണ്ടിരുന്നപ്പോൾ ചുന്നി കണ്ടു ഭൂമിയുടെ അടിയിൽ ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ. എന്നിട്ട് എല്ലാവരും വേഗം ഒന്ന് ഇങ്ങോട്ടേക്ക് വരൂ, വേഗം വരൂ. വിഗ്രഹങ്ങൾ കണ്ടതോടെ എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. ഇതൊന്നും സാധാരണ സ്വാമിയുടെ വിഗ്രഹം കല്ലല്ല. നമ്മുടെ ഗ്രാമത്തിലെ ജനങ്ങൾ മൂലമായിട്ട് വലിയൊരു അനുഗ്രഹമാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു അമ്പലം കെട്ടിയിട്ട് അതിലെല്ലാം ഈ വിഗ്രഹം വെക്കണം. എല്ലാം നല്ലത് നടക്കട്ടെ. ഗ്രാമവാസികൾ എല്ലാവരും ചേർന്ന് സ്വയം അധ്വാനിച്ച് 4 അമ്പലങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് 4 വിഗ്രഹങ്ങളും ഓരോരോ അമ്പലങ്ങളിലായി പ്രതിഷ്ഠിച്ചു. മറ്റു ഗ്രാമങ്ങളിലേക്ക് ഈ വാർത്ത പരന്നതും ദൂരെ നിന്നുപോലും ഗ്രാമവാസികൾ ഈ വിഗ്രഹങ്ങൾ കാണാനായി അവിടേക്ക് എത്തി. എന്റെ പൊന്നോ, ഇത്രയും ഭംഗിയുള്ള വിഗ്രഹം ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ലല്ലോ. ഇത് കാണുമ്പോൾ എനിക്ക് എങ്ങനെ തോന്നുവെച്ചാൽ ദൈവം തന്നെ വന്നിട്ട് ദർശനം കൊടുത്ത പോലെ ഉണ്ടല്ലോ. അതെ, ഞങ്ങളും ഇതിനെ ആദ്യമായിട്ട് കാണുമ്പോൾ ഞങ്ങളും വളരെ ആശ്ചര്യമായിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ ചില പാക്കറ്റിൽ കുറച്ച് അഗർബത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിത് ഈ അമ്പലത്തിൽ തന്നെ വെച്ചിട്ട് പോവാം. നിങ്ങളിത് കത്തിച്ചിട്ട് ഇവിടെ തന്നെ വെക്കണേ. ഗ്രാമത്തലവൻ നോക്കിയപ്പോൾ ഏതേത് ഗ്രാമത്തിൽ നിന്നാണോ ആളുകൾ പ്രതിഷ്ഠ കാണാൻ വരുന്നത് അവരെല്ലാം അഗർബത്തികൾ പുറം ദേശത്തു നിന്നാണ് വാങ്ങിക്കൊണ്ടുവരുന്നത്. അപ്പോഴാണ് അവരുടെ മനസ്സിൽ ഒരാശയം ഉദിച്ചത്. അപ്പോൾ അദ്ദേഹം വീണ്ടും ഗ്രാമവാസികളോട് പഞ്ചായത്തിന് വരാൻ പറഞ്ഞു. ഇത് നോക്കൂ, ഇന്ന് നിങ്ങളുടെ സമയം ഞാൻ കളയാൻ പോകുന്നില്ല. ഞാനിപ്പോൾ നിങ്ങളടുത്ത് പറയാൻ വന്നത്, നമ്മുടെ ഗ്രാമത്തിൽ ജനങ്ങൾ ദർശനം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അഗർബത്തിയൊക്കെ പുറത്തുനിന്നാണ് വാങ്ങിട്ട് വരുന്നത്. ഒരു പക്ഷേ ആ അഗർബത്തി നമ്മൾ തന്നെ ഉണ്ടാക്കിയാലോ? എങ്ങനെ ഉണ്ടാവും? ഇത് വളരെ നല്ല ആലോചനയാണല്ലോ. പക്ഷെ അഗർബത്തി നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക? നമുക്ക് അഗർബത്തി മരങ്ങൾ വളർത്താം. അഗർബത്തി മരങ്ങളോ? അത് എങ്ങനെ? ഇത് നോക്കൂ, അഗർബത്തികൾ ഉണ്ടാക്കാൻ നമുക്ക് മുളയുടെ മരം ഉപയോഗപ്പെടുത്താം. പിന്നീട് സുഗന്ധത്തിന് വേണ്ടി റോസാപ്പൂക്കളും. നമുക്ക് ഇത് രണ്ടും കൃഷി ചെയ്തെടുക്കാം. പിന്നെ ആടുമാടുകൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടല്ലോ. അതിന്റെ ചാണകം അഗർബത്തികൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നിന്റെ ആലോചനയും വളരെ നന്നായിട്ട് തന്നെ ഉണ്ട്. ഹൽക്കു, നിന്റെ ഭാര്യ വളരെ ബുദ്ധിശാലിയാണ്. നീ ഇത് ആലോചിച്ചിട്ടാണ് അവളെ കല്യാണം ചെയ്തത്. ഞാനും എന്താ ആലോചിച്ചെന്ന് വെച്ചാൽ, എനിക്ക് ഇത്ര ബുദ്ധിശാലിയുള്ള ഭാര്യ എങ്ങനെ കിട്ടിയെന്ന് ആലോചിച്ചു. എങ്ങനെ കിട്ടിയാലും എന്താ, ഇവൾ നിന്റെ കൂടെ ചേർത്ത് നമ്മളെ ഈ ഗ്രാമത്തിന് വലിയ ഉപകാരമാണ്. ജനങ്ങൾ എല്ലാവരും അവരവരുടെ പാടങ്ങളിൽ മുളയും റോസാപ്പൂക്കളും കൃഷി ചെയ്യാൻ ആരംഭിച്ചു. കുറച്ചു സമയങ്ങൾക്കുള്ളിൽ തന്നെ ഈ ചെടികളെല്ലാം വളർന്നു വലുതായി. മുളകളെല്ലാം പാകമായി. നമുക്ക് ഈ മികച്ച മുളകൾ ഉപയോഗിച്ച് അഗർബത്തികൾ ഉണ്ടാക്കാം. എല്ലാവരും അവരവർ കൃഷി ചെയ്ത മുളമരങ്ങൾ വെട്ടാൻ തുടങ്ങി. അതിനുശേഷം അവർ ആ മരത്തണ്ടുകൾ തുണ്ടുതുണ്ടായി വെട്ടാൻ തുടങ്ങി. അഗർബത്തിക്കായി വളരെ ചെറുതാക്കി. അതിനുശേഷം ചാണകത്തെ റോസാപ്പൂവിന്റെ പനിനീരിൽ കുഴച്ച് ആ ലേപനം മുളയുടെ കഷണങ്ങളിൽ തേച്ചു. എന്നിട്ട് അഗർബത്തികൾ ഓരോന്നായി തയ്യാറാക്കിയെടുത്തു. നമ്മൾ എല്ലാരും നമുക്ക് വേണ്ടി ഒരു വലിയ പരസ്യം ചെയ്യണം. പുറത്തുള്ള ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതെല്ലാം അറിഞ്ഞേ പറ്റുള്ളൂ. അതായത് ആരൊക്കെ നമ്മുടെ അമ്പലത്തിലേക്ക് വരുന്നുണ്ടോ അവരെല്ലാരും തീർച്ചയായിട്ടും ഇവിടുന്ന് നമ്മൾ അഗർബത്തി വാങ്ങണം. ഇപ്പോൾ ഈ അമ്പലങ്ങളിലേക്ക് പുറത്തുനിന്ന് ഏതൊരു ഭക്തർ വന്നാലും ഗ്രാമവാസികൾ അവരവർ ഉണ്ടാക്കിയെടുത്ത അഗർബത്തികൾ വാങ്ങാനായി ആവശ്യപ്പെടും. അങ്ങനെ പതുക്കെ പതുക്കെ എല്ലാവർക്കും ഈ കാര്യം മനസ്സിലായി. അതായത് അഗർത്തല ഗ്രാമവാസികൾ സ്വയം അഗർബത്തികൾ ഉണ്ടാക്കാൻ തുടങ്ങിയെന്ന്. അതുകൊണ്ട് ഗ്രാമത്തിന് പുറത്തുള്ള ഒരു വലിയ അഗർബത്തി വ്യാപാരിക്ക് കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചു. ഇതുവരെ ശിവൻ ബ്രാൻഡിന്റെ അഗർബത്തി മാത്രമാണ് എല്ലാ അമ്പലത്തിലും കത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ എപ്പോ തൊട്ട് ഗ്രാമത്തിലെ ജനങ്ങൾ അഗർബത്തി അവർ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയോ അപ്പൊ തൊട്ട് ഈ ശിവൻ അഗർബത്തി ബ്രാൻഡൊക്കെ വിൽക്കുന്നതിന് വളരെ കുറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിന് എന്തായാലും ഒരു ആലോചന ചെയ്തേ പറ്റുള്ളൂ. ശിവന് യാതൊരു മാർഗവും തോന്നിയില്ല. ശിവൻ ഗ്രാമത്തിലേക്ക് നടന്ന് അവിടെയുണ്ടായിരുന്ന ഗ്രാമമുഖ്യനോട് എന്തെങ്കിലും ഒരു മാർഗം അന്വേഷിച്ചു.
മുതലാളി, നിങ്ങളും പല വർഷങ്ങളായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന അഗർബത്തിയാണ് അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നിങ്ങളെപ്പറ്റി എനിക്ക് ഒരു കാര്യം വിഷമമില്ല. പക്ഷേ എനിക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ കാര്യം ആലോചിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെപ്പറ്റി ആലോചിച്ചേ പറ്റുള്ളൂ. പിന്നെ ഇതിന് പുറകിലുള്ള എല്ലാ പ്രശ്നവും നിങ്ങളുടെ ഗ്രാമം തന്നെയാണ്. ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും തെറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഞങ്ങളോട് ക്ഷമിക്കണം. പക്ഷേ എനിക്ക് അറിഞ്ഞിടത്തോളം വരെ എപ്പോഴും ഞങ്ങളുടെ ഗ്രാമത്തെ ജനങ്ങൾ ഇതുപോലെ ജോലിയൊന്നും ചെയ്യാറില്ലായിരുന്നു. മറ്റുള്ളവർക്ക് എപ്പോഴും കഷ്ടം തരാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പുറകിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗ്രാമത്തെ ജനങ്ങൾ എപ്പോൾ തൊട്ട് നിങ്ങൾ അഗർബത്തി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടോ അപ്പം മുതൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന അഗർബത്തി ജനങ്ങൾ ആരും വാങ്ങുന്നേയില്ല. പക്ഷേ ഞങ്ങൾ ഈ കച്ചവടം തുടങ്ങാൻ വേണ്ടി നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ ശ്രമിച്ചത്. ഞങ്ങളുടെ ഗ്രാമത്തിന് നല്ലതിന് വേണ്ടിയല്ല ഞങ്ങൾ ചെയ്തത്. പക്ഷേ അതുകൊണ്ട് എൻ്റെ ജോലിയല്ലേ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ലാതെ നിങ്ങളുടെ എല്ലാവരുടെ ജീവിതം നോക്കാൻ വേണ്ടി നിങ്ങളടുത്ത് വയലുമുണ്ട്. നിങ്ങൾക്ക് അങ്ങ് കൃഷി തുടങ്ങിക്കൂടെ? ഞങ്ങൾ എല്ലാവരും കൃഷിക്കാർ തന്നെയാണ്. പക്ഷെ ഞങ്ങൾ എപ്പോഴും അമ്പലം ഞങ്ങളുടെ ഗ്രാമത്തിൽ കെട്ടിയിട്ടുണ്ടോ അപ്പോൾ തൊട്ട് ഞങ്ങൾ അഗർബത്തി ഉണ്ടാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ആവശ്യങ്ങളും ദിവസം തോറും തന്നെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം തന്നെ നിങ്ങളുടെ ഗ്രാമത്തിലെ ജനങ്ങൾ ഈ ജോലി നിർത്തിയേ പറ്റുള്ളൂ. ഇവിടെ നോക്കൂ, ഞങ്ങൾ ആർക്കും ഒരു കെടുതലും വരുത്തിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ഒരു ജോലി നിർത്താൻ പറ്റില്ല. അതുമാത്രമല്ലാതെ നിങ്ങളുടെ അടുത്ത് പാൽ വിൽക്കുന്നത് ഒരു നല്ലൊരു കടയുണ്ടല്ലോ. അവിടെ ഇവിടെയുള്ള ഗ്രാമത്തിലുള്ള എല്ലാ പാലും നിങ്ങളുടെ കടയിലേക്കല്ലേ വരുന്നത്. അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് മാത്രം എന്ത് കഷ്ടമുള്ള? നിങ്ങൾ ചെയ്യുന്നത് തീരെ ശരിയല്ല. ഇതിനെല്ലാത്തിനും നിങ്ങൾ തീർച്ചയായിട്ടും ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. ശിവൻ ഗ്രാമമുഖ്യനെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്നും തിരിച്ചു നടന്നു. കോപം കൊണ്ട് ജ്വലിച്ച ശിവൻ എന്തെങ്കിലും ചെയ്യാനായി നടന്നു, പക്ഷെ നടന്നില്ല. ഗ്രാമമുഖ്യനും മറ്റ് ഗ്രാമവാസികളും അഗർബത്തി കൃഷി ചെയ്യുന്നത് നിർത്തിയില്ല. ഇങ്ങനെ പറഞ്ഞാൽ ഇവർ സമ്മതിക്കാൻ പോകുന്നില്ല. ഇതിന് തീർച്ചയായിട്ടും ഒരു വഴി കണ്ടെടുത്തിയേ പറ്റുള്ളൂ. നമ്മൾ ഇവരുടെ ഈ മൂങ്കിൽ കച്ചവടത്തിനെ നമ്മൾ നശിപ്പിച്ചാലോ? ഒരു പക്ഷേ ഇവരുടെ അടുത്ത് മൂങ്കിൽ വടിയില്ലെങ്കിൽ പിന്നെ ഇവർക്ക് അഗർബത്തി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ശിവൻ പാതിരാത്രിയോടടുത്ത് ഒരു പന്തവുമായി ഗ്രാമവാസികളുടെ വയലിലേക്ക് നടന്നു. അങ്ങനെ ഓരോരോ മുളമരങ്ങളിലേക്കും തീ പടർത്തി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എല്ലാ മരങ്ങളും വെന്ത് തീർന്നു. എല്ലാം ചാമ്പലായി. ഇപ്പൊ ഞാനും നോക്കാം. നിങ്ങൾ ഇപ്പോൾ ഈ അഗർബത്തി ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ ഇല്ലേ കരിയെ വെച്ചിട്ട് കിച്ചടി ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ നോക്കട്ടെ. പ്രഭാതമായപ്പോഴേക്കും ഗ്രാമവാസികളെല്ലാം കണ്ടു, അതായത് അവരുടെ എല്ലാ മുളമരങ്ങളും കത്തിത്തീർന്നു എന്ന സത്യം. ഇത് മനസ്സിലാക്കിയ എല്ലാവർക്കും വളരെയധികം സങ്കടമായി. ഗ്രാമമുഖ്യനും വലിയൊരു സംശയം ഉടലെടുത്തു, അതായത് ഇത് ചെയ്തത് തീർച്ചയായും ശിവനായിരിക്കുമെന്ന്. പക്ഷേ ആ സംശയത്തിന് യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും വലിയ നഷ്ടമാണ് ഉണ്ടായത്. ഇനി വീണ്ടും നമ്മൾ ഈ കൃഷി തുടങ്ങണമെന്ന് വെച്ചാൽ അതിന് ഒരുപാട് സമയം വേണ്ടിവരും. ആരും ഈ കാര്യത്തെ അറിഞ്ഞിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ ഇതിന് വേറെ എന്ത് മാർഗമാണുള്ളത്? എനിക്ക് ആലോചിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ തീർച്ചയായിട്ടും ദൈവമാണ് നമുക്കൊരു വഴി കാണിച്ചേ പറ്റുള്ളൂ. ഗ്രാമമുഖ്യനും ബാക്കി ഗ്രാമവാസികൾ എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോയി. എന്നിട്ട് അവര് തയ്യാർ ചെയ്ത അഗർബത്തി വെച്ച് പൂജ ചെയ്യാൻ തുടങ്ങി. അഗർബത്തി മുഴുവനായും കത്തി എരിഞ്ഞതിന് ശേഷം ബാക്കി വന്ന 2 തുണ്ടുകൾ എടുത്ത് വൃത്തിയാക്കിയതിനു ശേഷം ഗ്രാമമുഖ്യൻ അത് എടുത്ത് അമ്പലത്തിന് പുറകിലുള്ള സ്ഥലത്തേക്ക് കൊണ്ടുചെന്ന് ഇട്ടു. പിറ്റേ ദിവസം നോക്കുമ്പോൾ അവിടെ വളരെ വലിയ ഒരു അഗർബത്തി മരം ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല ആ മരത്തിൽ മുഴുവനായും നിറയെ അഗർബത്തികളും ഉണ്ടായിരുന്നു. അയ്യോ, ഇത് നോക്ക്, എന്തൊരു വലിയ അത്ഭുതം നടന്നിരിക്കുന്നു. ചുന്നി എല്ലാവരെയും വിളിച്ച് ഈ അത്ഭുതത്തെ പറ്റി പറഞ്ഞു. അവിടേക്ക് നോക്കൂ, ഞാൻ രാവിലെ പൂജ ചെയ്യാൻ വേണ്ടിയാ ഇവിടെ വന്നത്. അപ്പോൾ ഈ അഗർബത്തി മരത്തിൽ നിന്ന് ഒരുപാട് അഗർബത്തികൾ കീഴെ വീണുകൊണ്ടിരിക്കുന്നു. ഗ്രാമമുഖ്യൻ കീഴെ നിന്ന് ഓരോ അഗർബത്തികളായി എടുത്തു. എന്നിട്ട് അവരത് മണപ്പിച്ചു നോക്കി. ഇത് അങ്ങനെ തന്നെ നല്ല വാസനയിലുണ്ടല്ലോ. നമ്മൾ എങ്ങനെ ചെയ്തു അതുപോലെ തന്നെ. ഗ്രാമവാസികൾ എല്ലാവരും ഇത് മുഴുവൻ ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് വിചാരിച്ച് ആ അഗർബത്തികൾ എടുത്ത് അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ചു. മറ്റൊരു സ്ഥലത്ത് പഞ്ചായത്ത് നടത്താൻ തുടങ്ങി. ഗ്രാമവാസികൾ എല്ലാവരും ചേർന്ന് ഇനി മുതൽ ശിവന് പാല് കൊടുക്കരുതെന്ന് തീരുമാനിച്ചു. അന്ന് നിങ്ങളെ ശിവൻ മിരട്ടിയിട്ട് പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ നമ്മുടെ ആ മൂങ്ങിൽ മരം തീർച്ചയായിട്ടും അവൻ തന്നെയായിരിക്കും കത്തിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് ഇന്നു മുതൽ നമുക്ക് അവന് നമ്മൾ പാലേ കൊടുക്കാൻ പാടില്ല. എന്നാലേ അവൻ ചെയ്ത തെറ്റ് അവന് മനസ്സിലാവുള്ളൂ. നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഇതുപോലെ ചെയ്ത ആൾക്കൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്താലേ ശരിയാവുള്ളൂ. ഈ കാര്യം ശിവൻ അറിഞ്ഞ ഉടനെ തന്നെ
അയാൾ ഗ്രാമത്തിൽ വന്ന് എല്ലാവരോടുമായി മാപ്പപേക്ഷിച്ചു. എന്നിട്ട് എല്ലാവരോടുമായി താൻ ശരിക്കുമുള്ള വില പാലിന് തരാമെന്ന് പറഞ്ഞു. എല്ലാവരും ശിവനോട് ക്ഷമിച്ചു. ഇന്ന് മുതൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗ്രാമത്തിനെതിരെ ഞാൻ ഒരു തെറ്റും ചെയ്യാൻ പോകുന്നില്ല. മറ്റുള്ളവരെ പോലെ ശിവനും അഗർബത്തി മരത്തിൽ നിന്ന് അഗർബത്തി എടുത്തുകൊണ്ടുവന്ന് അമ്പലത്തിൽ പൂജ ചെയ്തു.